നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പിന്നെ നമ്മുടെ എപ്പിസോഡ് 5-മത്തെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കാണാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ചൊല്ല് തന്നെയാണ് കിടതിക്ക് താം തിത്താം കൃതിക്ക് തെയ്യ് തത്തെ. അപ്പോൾ നമ്മളിവിടെ അളപത്മമാണ് പിടിച്ചിട്ടുണ്ട്. അളപത്മം പിടിച്ച് നമ്മളിങ്ങനെ പോകുമ്പോൾ ചെരിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഹംസാസിൽ തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തിരിച്ചും അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ വന്ന് തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. കാല് വന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചാടി നേരെ കാല് പുറകോട്ട് വെക്കുകയാണ്. ഇടത്തെ കാലിൽ ചാടുമ്പോൾ വലത്തെ കാല് ഇങ്ങനെ പുറകോട്ട് വെക്കണം. അത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. കാണിച്ചു തരാം. വീണ്ടും ഈ കാലെടുത്ത് നമ്മൾ അപ്പുറത്തേക്ക് ചാടാം. ഇടതിക്ക് താം തീത്താം കിടതിക്ക് തേ തത്തേ കിടതിക്ക് താം തീത്താം. ചെരിഞ്ഞ് നിൽക്കണം, കൈമ നോക്കണം. കിടതിക്ക് തേ തത്തേ കിടതിക്ക് താം തീത്താം കിടതിക്ക് തേ തത്തേ കിടതിക്ക് താം തീത്താം കിടതിക്ക് തെയ് തത്തേ. ഒന്ന് തല വെട്ടിക്കണം കേട്ടോ. കിടതിക്ക് താം തീത്താം കിടതിക്ക് തെയ് തത്തേ കിടതിക്ക് താം തീത്താം കിടതിക്ക് തെയ് തത്തേ കിടതിക്ക് താം തീത്താം കിടതിക്ക് തെയ് തത്തേ. അപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം. കിടതിക്ക് താം തീത്താം കിടതിക്ക് തെയ് തത്തേ 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 കിടതിക്ക് താം തീത്താം കിടതിക്ക് തെയ് തത്തേ. കുറച്ചും കൂടി അടുത്തൊന്ന് കാണിച്ചു തരാം. കണ്ടോ, കൈമ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ തല നമ്മളൊന്ന് വെട്ടിക്കണം. അതുപോലെ തന്നെ തിരിച്ചും കൈമ തന്നെ നോക്കിക്കൊണ്ടിരണം. എനിക്ക് ഞാൻ സ്റ്റെപ്പ് ഇടുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റണില്ല, അതാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. കാല് എടുത്ത് ചാടി നമ്മൾ കാലിന് വെട്ടി വയ്ക്കണം. എന്നിട്ട് തല വെട്ടിക്കണം. അത് കൈയും കൂടി വരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കണ്ടോ, തിരിച്ചും ചാടുക, തല വെട്ടിക്കുക. അപ്പോൾ നമ്മളത് ഒപ്പം ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് പതുക്കെ ചാടി ആദ്യം പഠിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് കഴുത്ത് വെട്ടിച്ച് പഠിപ്പിക്കുക, കൈയും കൂടി എടുത്ത് പഠിപ്പിക്കുക. കണ്ടോ, അപ്പോൾ ഇതിന് ഇതുപോലെ തന്നെ നമ്മൾ കഴുത്തും കൂടി വെട്ടിച്ച് പഠിക്കണം. നമ്മുടെ കൈയും മെയ്യും എല്ലാം ഒരുമിച്ച് വന്നാൽ മാത്രമാണ് ഇത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു.